ഹായ്, ഹലോ, നമസ്കാരം. അങ്ങനെ ഭാഗ്യ പരീക്ഷണങ്ങളുടെ അറിവിൻ്റെ വേദിക്ക് ഒരിക്കൽ കൂടി കളമൊരുങ്ങുമ്പോൾ സാംസ്കാരിക തലസ്ഥാന നഗരിയായ തൃശ്ശൂരിന് മണ്ണിലാണ്. സ്വാഭാവികമായിട്ട് കലകൊണ്ട് സമ്പന്നമായിട്ടുള്ള നാട്ടിലെത്തുമ്പോൾ ഇന്ന് അറിവിൻ്റെ വേദിയിൽ നമുക്കൊപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ 25 വർഷമായിട്ട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സ്റ്റേജുകളിലൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സാന്നിധ്യങ്ങളായി മാറുന്ന രണ്ടുപേരാണ്. ഹായ്, നമസ്കാരം. ഞാൻ സുധീഷ് അഞ്ചേരി. ഞാൻ പ്രജിത്ത്. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും ചാനൽ പരിപാടികളോടെ നിങ്ങൾ എന്നെ കണ്ടിരിക്കാം. അത്യാവശ്യം സെലിബ്രിറ്റി ഷോകളിലൂടെയൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താറുണ്ട്, നിങ്ങളുടെ നാട്ടുകളിൽ എത്താറുണ്ട്. കുറെ അധികം നമ്മൾ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും പറ്റുന്ന ഒരു എപ്പിസോഡായി മാറുന്നുള്ള വലിയ ഹോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. സോ സന്തോഷം. ഇന്ന് ഭാഗ്യപരീക്ഷണത്തിന്റെ വേദി കൂടിയാണ് അല്ലെ? അപ്പൊ എത്രത്തോളം ഉണ്ട് ഭാഗ്യമുള്ളത്? പ്രത്യേകിച്ച് 25 വർഷം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ അല്ലെ സജീവമായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പൊ ഭാഗ്യമുള്ളവരാണെന്ന് അറിയാം. ഇന്ന് എത്രത്തോളം അത് ക്യാഷിന്റെ രൂപത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാനുള്ള സമയം കൂടിയാണ് അല്ലെ? തുടങ്ങാം. യെസ് പ്ലീസ്. സിൽവർ ജൂബിലി കാലഘട്ടം എന്ന് പറഞ്ഞാൽ തന്നെ അല്ലെ ചെറുതല്ല. അതിൽ തന്നെ മിനി സ്ക്രീനും ബിഗ് സ്ക്രീനും സ്റ്റേജസ് ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റേജിന്റെ ഇത്രയും വർഷം പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഏകദേശം ഇപ്പൊ എത്ര സ്റ്റേജസ് ആയിട്ടുണ്ടാവും? അത് എണ്ണാൻ പറ്റില്ല. ഒരു കൗതുകത്തിന് എണ്ണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എപ്പോഴേക്കും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഭാഗ്യപരീക്ഷണം കൂടി നേരിടേണ്ട സമയം കൂടിയാണ്. സോ 3 റൗണ്ടിലൂടെ നമ്മൾ പോവും. ആ 3 റൗണ്ടുകളും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയെ ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. പക്ഷെ 3 തരത്തിലായിരിക്കും പോവുക. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ 2 ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതിൽ 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയം. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി? ഭാഗ്യപരീക്ഷണത്തിന് മുമ്പായിട്ട് എന്താണ് കയ്യിൽ വരാൻ പോകുന്ന ഭാഗ്യം എന്നറിയണ്ടേ? പക്ഷെ അറിയാനുള്ള സമയം ഉത്തരത്തിന് ശേഷമായിരിക്കും. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന കാർഡ്സ് തരാം. ഓക്കെ, യെസ്, റെഡി? അപ്പൊ എന്തായാലും സ്ക്രാച്ച് ചെയ്യാനുള്ള കാർഡ് അവിടെ ഉണ്ട്. സ്ക്രാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉത്തരത്തിലോട്ട് പോയേ തന്നെ വേണം. സോ തീർച്ചയായിട്ടും അല്ലെ മിമിക്രിയുടെ ലോകത്തുനിന്നാണ് വരുന്നത്. സോ ആയിട്ട് കുറെ അധികം മിമിക്രി ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം 30 സെക്കൻഡ്സിൽ പറയേണ്ടത് മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ടുള്ള മലയാള സിനിമ താരങ്ങളായിരിക്കും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സോ നിങ്ങളുടെ ട്രാക്കിലായതുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ട് ചേട്ടൻ, പിന്നെ ജാഫ്രിക്ക, പിന്നെ നാരായണൻ ചേട്ടൻ, സിദ്ദിഖ, പിന്നെ സിദ്ദിഖ് ലാലി. റൈറ്റ് ആൻസർ. ഇത് ഒരാൾ മാത്രം മത്സരിക്കുന്നുള്ളൂ. എന്തായാലും ആദ്യത്തെ അറ്റംപ്റ്റ് സ്ക്രാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് കൺഗ്രാറ്റുലേഷൻസ്. ഒരു പൂജ്യത്തിന്റെ കുറവുണ്ട്. അതെ, ഇനി അപ്പുറത്തോട്ടില്ല. ഇപ്പുറത്തോട്ടില്ലെങ്കിൽ നമുക്കത് 3 അക്കത്തിൽ തീർന്നു വേണം മനസ്സിലാക്കാൻ. സോ എത്രയായിരുന്നു? 250, 250 ആണ്. പക്ഷെ ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. സോ കൺഗ്രാറ്റുലേഷൻസ്. സോ ഇതിവിടെ സേഫ് ആയിട്ടിരുന്നോട്ടെ. ഓക്കെ, തുടക്കം ഒട്ടും മോശമാക്കിയില്ല. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം വന്നിട്ടുണ്ട്. എത്രത്തോളം എമൗണ്ട് കിട്ടുന്നു എന്നുള്ള അവസരങ്ങൾ ഇനി ഇരിക്കുന്നേ ഉള്ളൂ അല്ലെ? അത് കംബാക്ക് അത്രയും സ്ട്രോങ് ആയി നടത്താം. പക്ഷെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് കാര്യം. കിട്ടാതിരിക്കുന്നതിനേക്കാളും നഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലത് അല്ലെ? അത് പ്രത്യേകിച്ച് 25 വർഷം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള 2 കലാകാരന്മാർ കൂടിയാണ്. 25 വർഷം എന്ന് പറയുമ്പോഴാണ് എന്റെ വയസ്സ് പുറത്തേക്ക് വരുന്നത്. അതെ, ഞാനത് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. പക്ഷെ 25 വർഷം എന്ന് തുടങ്ങുന്ന പറയുമ്പോ ഈ സ്കൂളിൽ തുടങ്ങിയപ്പോ ഞാൻ ഇപ്പൊ ഓക്കെ ആയോ? പഠനം കഴിഞ്ഞപ്പോ തുടങ്ങി. ഇതും 25. അതെ, അതിലും വരെ വരുന്നുണ്ട്. ഇനിയും കുറെ 25കൾ കിട്ടട്ടെ, മതിയോ? യെസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ എനിക്ക് ആ ചോദ്യത്തിന് പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും, കാരണം ഇത്ര അധികം പെർഫോമൻസിലൂടെ കണ്ട രണ്ടുപേരാണ്. സോ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് അടുത്തൊരു ചോദ്യത്തിലൂടെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ള ചിന്ത എനിക്ക് അവിടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറെ അധികം അല്ലെ ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാണുന്നത്, അതുപോലെ തന്നെ വോയിസിൽ പാടുന്ന കണ്ടിട്ട്. പ്രത്യേകിച്ച് 2013 ജാനകിയമ്മയുടെ 26 ഗാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പാടിയിട്ട് എൻ്റെ നാട്ടില് എർവ് ഷട്ടിൽ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉണ്ട്. എന്നാൽ നമുക്ക് ഈ നാച്ചുറൽ അല്ലെ പ്രകൃതി തരുന്ന ഒരു ആംബിയൻസിൽ നിന്നുകൊണ്ട് തന്നെ പാടാം അല്ലെ? അതെ, ബിൽഡപ്പ് ഒക്കെ ഓക്കെ, കാര്യത്തിലേക്ക് വരുന്നതൊക്കെ അല്ലെ? വന്നു പൂവണി മാസം, വന്നു സുരബില മാസം, പൊൻതമ്പുരുമിട്ടിക്കുരുവി, താളം കൊട്ടി അരുവി,
ആശകളം ചൂടി വരവായി ശലഭം വന്നപ്പോൾ ആനന്ദഗീതാമോഹനൻ മലരേ തേൻ മലരേ മലരേ. ബിൽഡപ്പ് വെറുതെ ഇല്ല അല്ലേ? നമുക്ക് ഫസ്റ്റ് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് അല്ലെ പോകാനുള്ള സമയം കൂടിയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് അടുത്ത ഭാഗ്യപരീക്ഷത്തിന്റെ കാർഡ് കൂടെ ഞാൻ തരാം. എടുത്തോളൂ. റെഡി? മുഖത്തടിക്കുന്നത് ഭാഗ്യം എടുക്കുന്നതിനേക്കാളും മുഖത്തടിച്ചിട്ടുണ്ട്. എന്തായാലും മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ അല്ലെ ആദ്യത്തെ ചോദ്യത്തിലൂടെ വന്നു. ഒട്ടേറെ മിമിക്രി താരങ്ങൾ തന്നെ പറഞ്ഞു. അതിൽ ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ച ഒരു പേരുണ്ടായിരുന്നു. ആ പേര് പക്ഷെ നമുക്ക് പ്രിയപ്പെട്ട മിമിക്രി താരമായിട്ടും നിന്ന് അല്ലെ നമ്മൾ വന്നിട്ടുള്ള ചേട്ടൻ അല്ലെ കലാമോഹൻ ചേട്ടൻ. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അദ്ദേഹം ചെയ്ത സിനിമകളിലൂടെ അദ്ദേഹം ഇല്ലാതെ ഒരു പക്ഷേ ഒരു നാടിന്റെ പേര് ഇത്രത്തോളം അറിയപ്പെടുന്ന അല്ലെ ഒരു കലാകാരന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ അപൂർവമാണ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം പോകുന്നത് മണിച്ചേട്ടൻ അഭിനയിച്ച 5 സിനിമകളായിരിക്കും 30 സെക്കൻഡ്സിൽ നിങ്ങൾ പറയേണ്ടത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വാസന്തി ലക്ഷ്മി ഞാനും കരിമടി കുട്ടൻ മൂന്നാം നാൾ ബെൻ ജോൺസൺ. ഓക്കെ ഒന്നുകൂടെ. ഇത് അലർക്കൾ തിരക്കുകൾ ഒഴിയുന്നത് ഇത് ഒരു അന്തർധാരയാണ്. ഒരാൾ പറയുമ്പോൾ അടുത്ത ആൾ പറയില്ല, അടുത്ത ആൾ പറയുമ്പോൾ ഇവിടെ പറയില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും പറഞ്ഞപ്പോ ഇവിടുന്ന് അല്ലെ വന്ന ബെൻ ജോൺസൺ ആണെങ്കിൽ ടൈമിംഗ് ആയിരുന്നു, ഒരുമിച്ച് വന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വൈബോട് കൂടി സ്ക്രാച്ച് ചെയ്യുന്നേക്കാൾ മുമ്പ് മണിച്ചേട്ടൻ രണ്ടുപേരും ബാലേട്ടൻ മോളല്ലടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൻ നിറമല്ലടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി, ബാലേട്ടൻ മോളല്ലടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൻ നിറമല്ലടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. തന്നെ എനർജി ബൂസ്റ്റ് ആയ ഫീലാണ്. മണിച്ചേട്ടൻ ഞങ്ങൾക്കൊരു എനർജി തന്നെയാണ്. അത് മണിച്ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ പോയാലും ഞാൻ ഇവിടെ ഉണ്ടാവും. മണിച്ചേട്ടന്റെ അനുഗ്രഹത്തോട് കൂടി തന്നെ സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. നോക്കാം. മണിച്ചേട്ടന്റെ അനുഗ്രഹം ഉണ്ട്, പക്ഷെ ഇവന് അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. കണ്ടറിയേണ്ടി വരും അല്ലെ. കാർഡ് സെലക്ട് ചെയ്ത ആൾക്ക് പടി വരുമോ എന്നുള്ളത് കൂടി അറിയാം. തൃശ്ശൂർ പക്ഷെ തോന്നി എന്തുണ്ട് ഇട്ടയില് 250 അപ്പുറത്ത് ഇവൻ ഒന്നിട്ട്. അപ്പൊ ഇതിലുണ്ട് ഒരു 25 അല്ലെ, ഇതിലൊരു 25. അതുപോലെ തന്നെ 3 അല്ലെ പ്രാവശ്യം 4 മണിച്ചേട്ടൻ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. സോ 1250 അല്ലെ. അടിച്ചു മോനെ അടിച്ചു. അതെ, ഇത് നമുക്കൊരു കാര്യം ചെയ്താലോ, എടുത്തോരെ എമൗണ്ട് അവരവർക്കെന്ന് പറഞ്ഞാലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ യുദ്ധം നടക്കും, യുദ്ധം. യെസ്. അപ്പൊ എന്തായാലും 1250 250 1500 അല്ലെ, അതൊരു 4 അക്കത്തിലേക്ക് അത് കടന്നിട്ടുണ്ട്. അത് ഫസ്റ്റ് റൗണ്ടിലെ 4 അക്കത്തിലോട്ട് കടന്നിട്ടുണ്ട്. അത് നല്ലൊരു ശുഭ സൂചനയാണ് തീർച്ചയായിട്ടും അല്ലെ. അടിപൊളി. തുടക്കം തന്നെ ഗംഭീരമാണ്. അത് എമൗണ്ട് കൊണ്ടാണെന്നുണ്ടെങ്കിലും വിശേഷങ്ങൾ കൊണ്ടാണെങ്കിലും പെർഫോമൻസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും. അപ്പം പ്രതീക്ഷ ഏറെയാണ്. അത് എത്രത്തോളം ഡിജിറ്റ് കൂടി വരുന്നുള്ളത് രണ്ടാം റൗണ്ടിൽ കാണാം. ഇനി എത്രത്തോളം ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള അറിയാനുള്ള സമയം കൂടിയാണ്. സോ രണ്ടാം റൗണ്ട് തുടങ്ങാം അല്ലെ, വേണ്ടേ? യെസ്. അപ്പൊ എന്തായാലും 30 സെക്കൻഡ്സ് എന്നുള്ളത് നമുക്ക് ഇനി 60 സെക്കൻഡ്സ് ആയിട്ട് മാറുകയാണ്. അപ്പൊ സമയം കൂടുന്തോറും അനുകൂലമുണ്ട്. അതിനൊപ്പം തന്നെ ഒരുമിച്ച് അങ്ങ് നിർത്തുന്നില്ല. ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ കാർഡ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ അസ്വരസ്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്താലോ രണ്ടുപേരെയും മാറ്റട്ടെ? പിന്നെ അപ്പൊ എന്തായാലും മാറ്റുന്നതിന് മുമ്പായിട്ട് കാർഡ് സെലക്ട് ചെയ്തോളൂ. റെഡി? അപ്പൊ എന്തായാലും കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ 2 പേരിലെ ഒരാൾ എന്റെ അടുത്തോട്ട് വരണം. ആളിലൂടെ ആയിരിക്കും നിങ്ങൾക്കുള്ള ചോദ്യത്തിനുള്ള ക്ലൂ തരിക. അതൊരു മൂവി ഡയലോഗ് ആയിരിക്കും. ആ ഡയലോഗിൽ നിന്ന് ഏതാണ് മൂവി എന്നുള്ളത് ഗസ് ചെയ്യണം. അത് അവിടെ നിൽക്കുന്ന ആളായിരിക്കും ഗസ് ചെയ്യാം. ആരാ ആദ്യം വരുന്നത്? നോക്കുമ്പോഴേക്കും പൊക്കോന്നൊക്കെ. ആ സിനിമ പേര് ഞാൻ പറയണം. ആ സിനിമ പേര് പറയണം. അഭിനയിച്ച് കാണിക്കണം. ഇത് ശരിക്കും അതിലാണോ ടാസ്ക് കുറച്ചുകൂടെ? So your time start now. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പോൾ വേറൊരു ഭർത്താവ് വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റേ ആളുടെ ഭാര്യയാണെന്ന്. അപ്പോൾ വാ, വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു. ആഹാ ആഹാ ആഹാ, ഇതിലൊരു ഭാര്യയ്ക്ക് വട്ടുണ്ട് നിന്നെ പോലെ. അപ്പോൾ ഞാനാരാ? നിന്നെ പോലെ കൈ നിട്ടതാണോ ചൂണ്ടിക്കാണിക്കുന്നത്?
എൻ്റെ കുട്ടി, ഞാൻ സത്യസന്ധമായിട്ടും പറഞ്ഞതാ, 3 മലയാളി ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊരാൾ പത്രാധിപൻ, ഫോട്ടോഗ്രാഫർ, അയ്യോ അങ്ങോട്ട് വെച്ച് തന്ന ഉണ്ടല്ല സമ്മാനം. അതൊരു പാട്ടിന് വരുമല്ലോ. സോ ഏതായിരുന്നു സിനിമ? ഹാപ്പി ഗസ്റ്റ്. യെസ്. സോ ഞാൻ അല്ലെ 3 താരങ്ങൾ 2 പേര് അല്ലെ, ജയറാമേനാണെങ്കിലും ജയസൂര്യ ആണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട മിമിക്രി താരങ്ങൾ കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. പക്ഷെ ജസ്റ്റ് മിസ് അല്ലെ. ഇപ്പം വായിക്കുന്ന എനിക്ക് ശ്രീനിവാസം വായിക്കുന്ന പോലെ തോന്നിയത്. ചെറുകുട്ടികളാണോ? കുഴപ്പമില്ല. ഈ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയാൻ അവിടെ നിന്നുകൊണ്ട് അവസരം ഞാൻ ഉണ്ടാക്കി തരും. ഓക്കെ, തീർച്ചയായിട്ടും പറയിപ്പിക്കും. പക്ഷെ ഓൾറെഡി ആ കാർഡ് സ്ക്രാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ഉത്തരം ശരിയാവാത്തതുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഞാൻ വേറെ തരാം. ആ കാർഡിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാർഡ് കീപ്പ് ചെയ്യാം. അടുത്ത റൗണ്ടിലോട്ട് ആ കാർഡുമായിട്ട് മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ അതിൽ ഭാഗ്യം ഇല്ല എന്നാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം. ഞാൻ വേറെ കാർഡ് തരാം. എന്ത് വേണം? ആ കാർഡുമായി മുന്നോട്ട് പോകണോ? വേറെ കാർഡ്? നീ എടുത്ത കാർഡ്. അതെ, പോവാം. റെഡി? 2 കൽപ്പിച്ചാണ്. അപ്പൊ അവിടെ നിന്നോളൂ. അവിടെ നിൽക്കുന്ന ആൾ ഇങ്ങോട്ടും വന്നോളൂ. ഇത് അഭിനയിച്ച് അല്ലെ തകർക്കും എന്നുള്ള കാര്യത്തിൽ തകർക്കും അല്ലെ. അഭിനയിക്കാണോ അത് പറയണോ? അല്ല, ഇത് അഭിനയിക്കാൻ പറ്റിയ ഇത് കൂടിയാണ് അല്ലെ. ഇത് നീ പറഞ്ഞില്ലേ നിന്നെ കൊല്ലും ഞാൻ. അതെ, ഇവിടെ ഒരു കൊലപാതകം നടക്കും. ഇയാളെന്റെ അച്ഛനാണെന്ന് ആരോ പറഞ്ഞു. റെഡിയാണോ? പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ലേ, ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്. സലീംകുമാർ കാണുമ്പോ കാരണം തല്ലി പൊളിക്കുമെന്ന് എന്റെ അമ്മയെ ഗർഭിണിയാക്കിയിട്ട് കിടന്നു കളഞ്ഞു. ദുഷ്ടനാണ്. പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു കൊലപാതകം തീർച്ചയായിട്ടും നടന്നില്ല. കാരണം വോയിസ് അതുപോലെ വന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ കുറെ പ്രാവശ്യം സലിബേനെ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും അല്ലെ ആ ടൈമിൽ വന്നിട്ടുണ്ട്. സത്യമായിട്ട് അല്ലെ പറ്റി എന്നുള്ളതാണ്. എനിക്ക് എന്തായാലും ആ സ്ക്രാച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സലിബേനെ ഒരുപാട് പ്രാവശ്യം അല്ല ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ് കുറെ വേദികൾ എന്നുള്ള രീതിയിൽ. സലിമേട്ടന്റെ ഒരു 2 അളിയ ശ്രീധം തുക ബാക്കി തരാന്നോട്ട് തന്നില്ല. എന്നാ പിന്നെ മാസം ഇൻട്രസ്റ്റ് തരാന്നിട്ട് അതും തന്നിട്ടില്ല. ശ്രീധം തരാൻ ഡ്രസ്സില്ല. എന്നാ പിന്നെ ഇൻട്രസ്റ്റ് പിന്നെ ഈ കഴിക്കുന്ന ഡ്രസ്. തകർത്തു. അപ്പൊ 2ാം റൗണ്ടിലെ കംബാക്ക് കീടിലൻ കംബാക്ക് ആണ് അല്ലെ. അത് പെർഫോമൻസോട് കൂടി നമ്മൾ കാണിച്ചു ആർട്ടിസ്റ്റിന്റെ ഒരു പവർ എന്താണുള്ളത്. അപ്പൊ നമുക്ക് സ്ക്രാച്ച് ചെയ്യാം അല്ലെ. അടിച്ചു നടക്കാം. ഇപ്പോഴാണ് പൂജ്യത്തിന്റെ വില അതെ, ആ പൂജ്യത്തിന്റെ അപ്പുറത്തോട്ട് 1 വേണം എന്നുള്ളത് അല്ലെ. യെസ്. അപ്പൊ തീർച്ചയായിട്ടും വീണ്ടും 4 അക്കത്തിലൂടെ തന്നെ അല്ലെ. നേരത്തെ 1250 4 കിട്ടിയെങ്കിൽ ഇപ്പൊ 1000 ആണ്. ആദ്യമേ ഒരു 250 ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തം അല്ലെ 2500 രൂപ കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. എനിക്കൊന്ന് എപ്പോഴും തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവര് പൂരം വെടിക്കെട്ടൊക്കെ ആയിരിക്കും അല്ലെ. ശരിക്കും അങ്ങനെ ഒരു വെടിക്കെട്ട് ശബ്ദത്തിലൂടെ നടത്താൻ കഴിവുള്ള 2 പേര് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ. അപ്പൊ എനിക്കൊന്ന് ഒരു 3ാമത്തെ റൗണ്ട് ഒരു വെടിക്കെട്ടോട് കൂടി തുടങ്ങിയാലോ? തുടങ്ങാം. റെഡി? തുടങ്ങാം. യെസ്. ഇവിടെ തൂപ്പി നിറയ്ക്കും. തുടങ്ങ്. ആ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് വരാം ഞാൻ. അവിടെ അതെ ഞാൻ ഇവിടെ തുടങ്ങിയിട്ട് അവിടെ തീരുന്നു. അതായത് ചെറുതായി തുടങ്ങി കത്തി വരണ്ടേ. അത്രേക്കാളും മുമ്പ് നമ്മള് മെയിൻ സാധനം ഗർഭകലയ്ക്ക് പ്രതീക്ഷിക്കരുത്. ഗർഭം കളിക്കുന്നവരെ എന്നെ കളിക്കൊണ്ടിരിക്കും. അതല്ല, ഞാനിങ്ങനെ ഒരു വെടിക്കെട്ടിങ്ങനെ എടുത്ത് തുടങ്ങിയപ്പോഴേ ഞാൻ താഴേക്ക് പോയപ്പോ എനിക്കൊരു സുഖില്ല. മൂട് പെട്ടെന്ന് മാറിയില്ലേ.
എനിക്ക് കിട്ടിയത്. ഒരു നിമിഷം ഞാനിത് അല്ലേ? പിന്നെ എനിക്ക് സാധനം പറ്റാണ്ടായി. അയ്യോ കേന്ദ്ര മന്ത്രാലയത്തിന്റെ പരസ്യം ഓർമ്മ വന്നു അല്ലേ? Yes. എന്തായാലും ഇനി വര കൂടെ അറിയാനുള്ള തലവര ഉണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്. ഇനി വര കൂടെ ഇനി ബോർഡിലെ വര കൂടി ഫലിക്കും എന്നുള്ളത് അറിയണം. അപ്പൊ തീർച്ചയായിട്ടും ഇനി ആ ഭാഗ്യം കൂടി നോക്കണ്ടേ? അപ്പൊ ആരാ ആദ്യം വരാൻ പോകുന്നത്? ഇവിടുന്ന് വിട്ടു ഇങ്ങോട്ട് വരൂ. മനസ്സിലെ ഈ പേര് വെച്ചോളൂ. സിമ്പിൾ ആയി പോയി അല്ലേ? യെസ്. ഞങ്ങൾ മെല്ലെ ഇവിടെ പോവും. എന്നിട്ട് ഇവിടുന്ന് സമയം തരും. ഓക്കെ, റെഡി ആണെന്നുണ്ടെങ്കിൽ ടൈം തരട്ടെ? ഓക്കെ, 3, 2, 1 here we go. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അല്ല പക്ഷെ ഭയങ്കര അങ്ങേറ്റ കോൺഫിഡൻസിലാണ് വരച്ചോണ്ടിരിക്കുന്നത്. മൂന്ന് കണ്ണ സാധനം വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും ഇവിടെ ക്ലൂ. പക്ഷെ അത് വരയ്ക്കണം. എന്തായിരിക്കും ആലോചിക്കൊക്കെ? 2 പോക്കറ്റുള്ള ആള്. 2 പോക്കറ്റിലുള്ള ആളാടാ. പക്ഷെ എന്താ ചെയ്യേ? ഒറ്റ സാധനം വരച്ച കിട്ടും. ആലോചിച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തൊരു സംഭവം കൂടി വരച്ചോ. ആ സിനിമയുടെ ആ ത്രെഡ് ആലോചിക്കും, അപ്പൊ കിട്ടും. അത് വരച്ചാൽ സിമ്പിൾ ആയിട്ട് ഇത്ര കൂടി കഷ്ടപ്പെടണ്ട. ഇനി ശരിക്കും ആളുണ്ടോ? പെട്ടെന്ന് കിട്ടിക്കോളും. പറ്റണില്ലാതെ കൗണ്ടൗൺ തുടങ്ങാണ്. 5, 4, 3, 2 ഫ്രൂട്ട്സിലൊക്കെ ടൈംസ് അപ്പ്. ഫ്രൂട്ട്സിൽ എന്താ അതല്ല, ഫ്രൂട്ട്സിൽ എന്താ? ഫ്രൂട്ട്സ് പറഞ്ഞത് പേര് പറയണ്ട. ഫ്രൂട്ട്സിൽ എന്താ നടന്റെ പേരുണ്ടെന്ന് അറിയാ. അതെ അതേത് ഫ്രൂട്ട്സ്? ഏത് ഫ്രൂട്ട്സ്? ആ ഫ്രൂട്ട്സിന്റെ പേര് പറഞ്ഞേ. ഫ്രൂട്ട്സില് പേരുണ്ടെന്ന്. എങ്ങനെയാ? ഫ്രൂട്ട്സ് എന്ന് പറയണ ആ സാധനത്തില് നടന്റെ പേരുണ്ടെന്ന്. ഫ്രൂട്ട്സിൽ എങ്ങനെ? അതൊന്ന് പറയോ? എന്തോ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോ ഫാനല്ല. അപ്പൊ അത് ഉദ്ദേശിച്ച നടനെ മനസ്സിലായോ? ആ ഫഹദ് ഫാസിലി വരച്ച് ഏത് സിനിമയിലെ ക്യാരക്ടർ കൂടെ ഒന്ന് വെളിപ്പെടുത്തണം. ആ സിനിമയുടെ ത്രെഡ് എന്തായിരുന്നു? ഇത് ബാലരമേലത്തെ ഒരു കഥാപാത്രമാണ്. അതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുക? ഒന്നുമില്ല, പ്രതികാരത്തിന് വേണ്ടി വരച്ചതാ. ഇത് ഏത് സിനിമ പറയുമ്പോഴാണോ? അതായത് സിനിമ പറയൂ. മഹേഷിന്റെ പ്രതികാരം. ചെരുപ്പ് വരച്ചാൽ മതിയായിരുന്നല്ലോ. ആ സംഭവമാണ് പറയുന്നത്. ഒരു ത്രെഡ് ആ ചെരുപ്പ് വരച്ചാൽ കിട്ടും. അതല്ല ഫ്രൂട്ട്സിലുള്ള നടക്കും. മഹേഷിന്റെ പ്രതികാരം ചെറുതായിട്ടൊന്നും ആ പ്രതികാരം തീർക്കാൻ പറ്റുന്നില്ല. അവിടെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കാർഡും അവിടെ തന്നെ നിൽക്കുകയാണ്. സോ കാർഡ് നേരത്തെ പോലെ കീപ്പ് ചെയ്യണോ, സ്ക്രാച്ച് ചെയ്ത് കളയണം? മുന്നോട്ട് പോകും. നേരത്തെ പോലെ നാലക്കം തന്നെ പ്രതീക്ഷ അല്ലെ, സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പൊ അത് മുന്നോട്ട് പോട്ടെ. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ മുന്നോട്ട് വരിക. കഥ പറയായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ റൗണ്ടിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ആളൊരു നന്നായി വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, വരയ്ക്കും വേണം, എന്തോ നോക്കട്ടെ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരൊറ്റ ഐറ്റം വരച്ചാൽ കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം കൂടിയാണ്. ഇതൊന്നും നോക്കണ്ട. സിനിമയാണോ? വടക്ക് നോക്കി യന്ത്രമാണോ? നല്ല ട്രാക്കിലാണ് പോകുന്നത്. ഭൂതകണ്ണാടി പോവാം. യെസ് യെസ്, അടിപൊളി. ട്രൈ അഗൈൻ. നല്ല ട്രാക്കിലാണ്, ഗുഡ് ട്രാക്കിലാണ് രണ്ടുപേരെ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീക്ഷണത്തിലൂടെ എന്നെ വേണമെങ്കിൽ ഒന്ന് പിടിച്ചോളൂ. വേണമെങ്കിൽ പറഞ്ഞുള്ളതുകൊണ്ട് കിട്ടും. അതെ, ദിലീപേണ്ട പടാണോ? അതെന്താ സംഭവിക്കുന്നത്? അതിൽ കൂടെ പര്യായ പദങ്ങൾ എങ്ങനെ കൊടുത്താണ്ടാവും? അല്ല, ഇതിന്റെ തന്നെ ഇതെന്താ ചെയ്യാ? കണ്ണുകൊണ്ട് എന്ത് സംഭവിക്കും ഇനി എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. സൂക്ഷ്മദർശന പടം മലയാളത്തിലില്ല. അതൊരു ഫീമെയിൽ, അതല്ല ആ ദർശന ഫീമെയിൽ വെക്കും. സൂക്ഷ്മദർശിനി.
പുതിയ പടല്ലേ? അതല്ല. പുതിയ പടല്ലേ അത്? ഏത്? ആ ശരി, അപ്പൊ ഏത് കാലഘട്ടത്തിലാ? ഇല്ല ഇല്ല, അതിലാണ് പിടിച്ചു വന്നത്. കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ പറഞ്ഞില്ലേ, നീ ആ വീക്ഷണം അതല്ല. പറഞ്ഞു, ഭൂതക്കണ്ണാടി പറഞ്ഞു. പക്ഷെ ആ വള്ളിയിട്ട ഇത് കണ്ടോ അതില്? ഇതുപോലെ ആ ചെരുപ്പിന്റെ വള്ളി നേരത്തെ വരച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ? Yes, അപ്പൊ എന്തായാലും നല്ല ശ്രമമായിരുന്നു, അടിപൊളി. അവിടെ സ്ക്രാച്ച് ചെയ്തെല്ലാം നാലക്കമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത് നീ ആദ്യം 250 കൊണ്ടുപോകും. പക്ഷെ ഞാൻ വെടിക്കെട്ട് എടുത്തില്ല. ആ വെടിക്കെട്ടിന് പടക്കത്തിന്റെ പൈസ അതല്ല. ശരിക്കും ഇപ്പൊ തോന്നുന്നുണ്ടോ ഇതിന്റെ എപ്പിസോഡിന്റെ ആ റൂൾ ഒന്ന് മാറ്റണമായിരുന്നു. ആരൊക്കെ നേടിയ കാർഡ് അവന് കൊടുക്കണം എന്നുള്ളത് അല്ലേ, റൂള് കൊണ്ടുവരണമായിരുന്നു എന്നുള്ളത് എവിടെയൊക്കെയോ തോന്നുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും യെസ്. സോ 2500 രൂപ 3 റൗണ്ടിലെ അല്ലെ ഫസ്റ്റ് ചോദ്യം വരെ എത്തി നിൽക്കുമ്പോ ആണെങ്കിൽ അവസാനത്തെ ഒരു ചോദ്യത്തിൽ എത്ര നേടിയോ അതിനെ ഡബിളപ്പ് അതിനേക്കാളും മേലെയാണ് പോയത് 3000. സോ അപ്പോ 5500 അടിമോനെ കുട്ടി. അടിപൊളി. യെസ് യെസ്, അടിപൊളി. അപ്പൊ എന്തായാലും ക്യാഷ് പ്രൈസ് മാത്രമല്ല, കുറച്ചുകൂടി നിങ്ങളുടെ വന്നതിന്റെ സന്തോഷത്തില് സൂര്യ കോമഡിയുടെ കുറച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ ഈ ഒരു സമയം തരുകയാണ്. പക്ഷെ സമ്മാനത്തിന് മുമ്പായിട്ട് അല്ലെ നമ്മുടെയും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ വേണ്ടി കുറെ നമ്പറുകളും കയ്യിലുള്ള 2 വ്യക്തികൾ കൂടിയാണ് അല്ലെ. അപ്പൊ 2 പേര് ഇതുവരെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നടത്തി ഒരുമിച്ച് ഒരു പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് എന്തായിരിക്കും? മനുഷ്യന്റെ ഒരു പാട്ട്. അപ്പൊ അവിടെ പാടും, അപ്പൊ കൊട്ടും. അടിപൊളി. പാട്ട് കൊട്ടും ഒരുമിച്ച് വരും. ചോന്നുള്ളിച്ചു വന്ന പെണ്ണെ ചോന്ന പെണ്ണെ ചെന്തല്ല് പൂത്ത പോലെ നീ ആലുവ ചന്തയ്ക്ക് വന്നാൽ ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാം. വാങ്ങിത്തരാം. 1 2 കല്ല് വാച്ച് കല്ല് വെച്ച് മുക്കുത്തിയിട്ട പെണ്ണെ നീ മുക്കന്നൂർക്ക് വന്നാൽ ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാം. വാങ്ങിത്തരാം. വാണിങ്കൂടൻ ചന്തയിലും വാങ്ങിച്ചൊരു കളയാണ്. കൊമ്പ് 2 മാത്തിക്കൊണ്ട് ഓടണ ഒരു ചേലയ്ക്കാൻ. വാണിങ്കൂടൻ ചന്തയിലും വാങ്ങിച്ചൊരു കളയ. കൊമ്പ് 2 മാത്തിക്കൊണ്ട് ഓടണ ഒരു ചേലയ്ക്കാൻ. ചെങ്കട 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 നന്ദന്റെ മൂത്ത മോളെ ആ സിന്ധു മോളെ എന്താടി മോന്തിങ്ങനെ നീ അന്തിക്ക് ചന്തയ്ക്ക് വന്നാൽ ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാം. വാങ്ങിത്തരാം. 1 2 കല്ല് വാച്ച് ആ കല്ല് വെച്ച് മുക്കുത്തിയിട്ട പെണ്ണേ നീ മുക്കന്നൂർക്ക് വന്നാൽ ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാം. വാങ്ങിത്തരാം. വാണിങ്കൂടൻ ചന്തയിലും വാങ്ങിച്ചൊരു കളയ. കൊമ്പ് 2 മാത്തിക്കൊണ്ട് ഓടണ ഒരു ചേലയ്ക്കാണ്. ഇനി കുക്കിംഗ് അറിയാത്തവർക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. അതും ട്രഡീഷണൽ ടേസ്റ്റോട് കൂടി തന്നെ, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഗ്രാവി റൂട്ട്സിന്റെ ഒനിയൻ ചില്ലി സ്പൈസസ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഹാൻഡ് മെയ്ഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് നിർമ്മാതാക്കളായിട്ടുള്ള നിള ഹെർബൽസിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. സോ ഡെർമറ്റോളജി ടെസ്റ്റ് കൂടിയാണ്. ഇനി പാചകം അറിയാത്തവർ ഒട്ടും പേടിക്കേണ്ട. കഥ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പാചകം ചെയ്യാം. ആൻഡ് ലോകാമൃത് ബ്രഹ്മി ഹണി ഫോർ നാച്ചുറൽസ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെ, പ്രത്യേകിച്ച് ട്രാവലിംഗ് ഒക്കെ ഒരുപാടുള്ള അല്ലെ 2 പേർ കൂടി തന്നെയാണ്. അപ്പോൾ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് കൂടിയാണ്. യെസ്. ആൻഡ് ഫൈനലി EIQ കോസ്മെറ്റിക്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി തന്നെയാണ്. പ്രത്യേകിച്ച് റീജിയണൽ ക്ലൈമറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് കൂടി തന്നെയാണ്. സ്കിന്നിന് വേണ്ടി പ്രത്യേകം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഓക്കെ ബൈ. ഓക്കെ, ഞാൻ പിടിച്ചോളാം. അതോടുകൂടി നമ്മൾ തീർക്കാം അല്ലേ. അപ്പൊ എന്തായാലും സംഭവ ബഹുലമായിട്ടുള്ള എപ്പിസോഡ്. ഒരു കാര്യം പറയാതെ വയ്യ, ഒരു പക്ഷേ അതിന്റെ ഡ്യൂറേഷൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിപ്പിച്ച ഒരു എപ്പിസോഡ് കൂടി തന്നെയായിരുന്നു. കാരണം എത്ര മണിക്കൂറോളം അല്ല കിട്ടിയാലും തീരാത്ത അത്രത്തോളം ഭംഗിയായിട്ടുള്ള കഥകൾ ഉണ്ടായേനെ എന്നതുകൊണ്ട് മാത്രം, കഥകളുകൊണ്ട് മാത്രം നമ്മൾ എപ്പിസോഡ് ചുരുക്കാണ്. അപ്പൊ എന്തായാലും പുതിയ വാർത്തകൾ വിശേഷങ്ങളുമായിട്ട് പുതിയ ഗെയിം അല്ലെ ചലഞ്ചിന്റെ പുതിയ വേദികൾ വീണ്ടും 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 കാണാം. അപ്പൊ ഇതുപോലെ 25 വർഷം 50 വർഷം 75 വർഷമായിട്ട് പോട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ്. റെഡി? അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതായിരിക്കും. ഒരു ബൈ കൊടുത്തേ. ബൈ.